രാഹുൽ ഗാന്ധി ഇന്ന് ഉത്തർപ്രദേശിലെ സംഭൽ സന്ദർശിക്കും. സംഘർഷം നടന്ന പ്രദേശത്തേക്ക് രാഹുലിനൊപ്പം പ്രിയങ്കയും എത്തും. ഉത്തർപ്രദേശിൽ നിന്നുള്ള 5 കോൺഗ്രസ് എംപിമാരും രാഹുലിനെ അനുഗമിക്കും. ഡൽഹി UP അതിർത്തിയായ ഗാസിപൂരിലെ രാഹുലിനെ ജില്ലാ ഭരണകൂടം തടയുമെന്നാണ് സൂചന. എന്നാൽ ഗാസിപൂരിൽ പ്രവർത്തകരോട് സംഘടിക്കാനാണ് കോൺഗ്രസിന്റെ ആഹ്വാനം. ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത്ത്, മുൻപ് വിവിധ എംപിമാർ ഈ സ്ഥലത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോഴൊക്കെ തടയുന്ന സാഹചര്യം ഉണ്ടായതാണ്. ഈ ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് സന്ദർശനം നടത്തുന്നത്. എത്തരത്തിലായിരിക്കും ഈ ഒരു സന്ദർശന ശ്രമം? ഇതിൽ രാഹുലിനെ ജില്ലാ ഭരണകൂടം തടയുമെന്നുള്ള സൂചന വരുന്ന സാഹചര്യത്തിൽ ഗാസിപൂരിലെ സ്ഥിതി എത്തരത്തിലായിരിക്കും? സംഗീത, കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം സംബാൽ വിഷയം ദേശവ്യാപകമായി ഉയർത്താനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ സന്ദർശനത്തെ കാണുന്നത്. കാരണം റോഡ് മാർഗമാണ് രാഹുൽ ഗാന്ധിയും അതേപോലെ പ്രിയങ്ക ഗാന്ധിയും മറ്റ് 5 എംപിമാരും ഡൽഹിയിൽ നിന്ന് സംബാലിലേക്ക് പോകുന്നത്. ഇവിടെ 154 കിലോമീറ്ററാണ് ഡൽഹിയിൽ നിന്ന് സംബാലിലേക്കുള്ളത്. ഇത് നോയിഡ, അതായത് 4 എൻട്രി പോയിന്റ് ആണുള്ളത് UPയിലേക്ക്. നോയിഡ, കാളിന്തി, അതേപോലെ തന്നെ ഗാസിയാബാദ്. ഈ ഗാസിയാബാദ് DNA ഫ്ലൈ ഓവറിൽ വെച്ച് ഗാന്ധി പ്രതിനിധി സംഘത്തെ തടയാനാണ് ഇപ്പോൾ UP ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സംബാൽ ജില്ലാ മജിസ്ട്രേറ്റ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംബാലിലേക്ക് വരുന്ന രാഹുൽ ഗാന്ധി അല്ലെ മറ്റ് രാഷ്ട്രീയ നേതാക്കളെയും തടയണം ജില്ലാ മജിസ്ട്രേറ്റ് മറ്റു ജില്ലാ അധികാരികളോട് ആവശ്യപ്പെട്ടുള്ള സർക്കുലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആക്ട് 163 പ്രകാരം ഡിസംബർ 10 വരെ സംബാലിലേക്കും സമീപ പ്രദേശങ്ങളിലേക്ക് പുറത്തുനിന്ന് ആൾക്കാർ പ്രവേശിക്കരുത് എന്ന ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരമൊരു ഉത്തരവ് ജില്ലാ മജിസ്ട്രേറ്റുമാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കനത്ത പോലീസ് സുരക്ഷ ഗാസിയാബാദിലെ DNA ഫ്ലൈ ഓവറിലും അതുപോലെ കാളിന്തി കുഞ്ച്, അതുപോലെ ഫരീദാബാദ് തുടങ്ങിയ ഏരിയയിലും പോലീസ് നടത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങൾ അറിഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയും സംഘവും ഇതുവഴിയാണ് സംബാലിലേക്ക് കടക്കുക എന്ന കാര്യത്തിൽ സർക്കാരിന് ഒരു തീർച്ചയുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന റോഡ് മാർഗം, ഗാസിയാബാദ് മാർഗം UPയിലേക്ക് കടക്കുമെന്നാണ്. ഏതായാലും ഇതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്താനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. നേരത്തെ മുസ്ലിം ലീഗ് പ്രതിനിധി സംഘം പോയി സന്ദർശിക്കാൻ ശ്രമിച്ചെങ്കിലും അവരെയും ഗാസിയാബാദിൽ വെച്ച് തടഞ്ഞിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം ഇന്ത്യ ബ്ലോക്ക് സംഘത്തിന് പകരം സമാജ്വാദി തനിച്ചാണ് സന്ദർശനം നടത്തിയത്. കോൺഗ്രസും ഇപ്പോൾ തനിച്ച് തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സംബാലിലേക്ക് പോകുന്നു. മുസ്ലിം ലീഗ് അതേപോലെ തന്നെ മറ്റു ഇന്ത്യ സഖ്യകക്ഷികളെയും ഈ സന്ദർശനത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കോൺഗ്രസ് നേരിട്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും നേരിട്ട് തന്നെ ഈ പ്രശ്നം ഉന്നയിക്കാൻ തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. രാഹുൽ ഗാന്ധിയെ തടഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ച് അറസ്റ്റ് വരിക്കുമോ അതോ തിരിച്ചു വന്ന ശേഷം പാർലമെന്റിൽ ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തുമോ എന്നാണ് നമുക്ക് ഇനി അറിയേണ്ടത്. സംഗീത, തീർച്ചയായും ശരത് ലാലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.